നമസ്കാരം. അപ്പോ ഒരു വലിയ സദസ്സിൽ AR റഹ്മാനൊക്കെ മുൻനിർത്തി ഒരു വലിയ സദസ്സിൽ അനിരുദ്ധ ഒരു വലിയൊരു അഹങ്കാരം കാണിച്ച ഒരു വീഡിയോ ഈ കഴിഞ്ഞ ദിവസങ്ങളെ അതിന് മുൻപുള്ള ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഒത്തിരി വലിയ വലിയ മാന്യ ജനങ്ങളുടെ മുൻപിൽ വെച്ചിട്ട് 6 കഴിഞ്ഞ 7 AR കഴിഞ്ഞ ആരടാ എന്നുള്ള ഒരു ചോദ്യമൊക്കെ ഇട്ടിട്ട് ഞാനാണ് ആളെന്നുള്ള മൈൻഡിലൊക്കെ എന്നിട്ട് ഒരു ഭയങ്കര അഹങ്കാരം, ഒടുക്കത്തെ അഹങ്കാരത്തിന്റെ ഒരു മുൾമുനയിൽ എന്നിട്ട് ഒരു കിടക്കാഴ്ച സോങ് ഒക്കെ പാടിയായിരുന്നു. പക്ഷെ ഈ പുള്ളി വിചാരിച്ചത് ഇന്ത്യൻ ടൂർ റിലീസിങ്ങിന് മുമ്പാണ്, അതായത് ഇന്ത്യൻ ടൂർ റിലീസിങ്ങിന് മുമ്പായിരുന്നു ഈ ഒരു പ്രോഗ്രാം. ഇന്ത്യൻ ടൂറിന് ശേഷം തകർക്കും പൊരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. പക്ഷേ ശരിക്കും പറഞ്ഞാൽ അടിപറ്റി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് മേലെ കവച്ചു വയ്ക്കാം എന്നുള്ളൊരു അഹങ്കാരം, ശരിക്കും പറഞ്ഞാൽ കുരുത്വം എന്ന് പറഞ്ഞ സാധനമാണ് വേണ്ടത്. അത് ഇല്ല എന്നുള്ള കാര്യം പുള്ളി വീണ്ടും കാണിച്ചേക്കാണ്. ഈ അഹങ്കാരം വന്ന ഈ അനിരുദ്ധ് ഫാൻസിനോടൊക്കെ ഒരു കാര്യം പറയാനുണ്ട്. AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ശരിക്കും കഷ്ടപ്പാടിന്റെ താളുകളിൽ നിന്ന് ഉയർന്നു വന്ന ഒരു സംഗീത സംവിധായകനാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം കേട്ടാ. കഷ്ടപ്പാടുകളുടെ താളുകളിൽ നിന്നും വന്ന സംഗീത സംവിധായകനാണ്. എനിക്ക് അദ്ദേഹത്തോട് പറയാനുള്ള, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വലിയ വലിയ ഫാൻസിനോട്, ഈ വായത്തള്ളിറക്കുന്ന ഒത്തിരി ഫാൻസ് ഉണ്ട് ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യന്. ശരിക്കും പറഞ്ഞാൽ അവരാണ് ശരിക്കും ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു നല്ലൊരു മ്യൂസിഷ്യനെ നശിപ്പിക്കുന്നത് ഞാൻ തന്നെ പറയും. കാരണം AR റഹ്മാൻ ഏതൊരു പ്രോഗ്രാം ചെയ്താലും അദ്ദേഹത്തിന്റെ ഏതൊരു വീഡിയോ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലും അതിന്റെ താഴെ വന്നിട്ട് ഒത്തിരി മോശവത്തായ രീതിയിലുള്ള ഒരു നെഗറ്റീവ് കമന്റ്സ് ഓരോ അനിരുദ്ധ് ഫാൻസിന്റെയും പ്രത്യേക ശൈലിയാണ്. അതായത് ഉപേക്ഷിക്കണം. കാരണം AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു ലെജൻഡിന്റെ കീഴെ അതേപോലെ മോശമായ രീതിയിൽ കമന്റ് ഇടാനുള്ള ഒരു യോഗ്യത ഈ പറയുന്ന അനിരുദ്ധ് എന്ന് പറയുന്ന അവരുടെ ഫാൻസിനില്ല. കാരണം അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി ചെയ്യുന്ന പാട്ട് എന്ന് പറയുന്നത് വെറും കുത്തുപാട്ടും അതോടൊപ്പം തന്നെ ഈ പറയുന്ന പോലെ തിയേറ്ററിൽ കുലുക്കി മറിക്കാവുന്ന അല്ലെങ്കിൽ ഇളക്കി മറിക്കാവുന്ന ഈ പറയുന്ന പ്രായം ചെന്നൊരിക്കൊന്നും കേൾക്കാൻ കൂടി പറ്റാത്ത രീതിയിലാണ് അദ്ദേഹം ഓരോ BGM ഒക്കെ ഇട്ട് തകർക്കണം. കാരണം ആ BGM കേട്ട് കഴിഞ്ഞാൽ പാട്ട് വേറെ വഴിക്കും BGM വേറെ വഴിക്കും. ശരിക്കും പറഞ്ഞാൽ ഒരു പാട്ടക്കൊട്ട് എന്ന് പറഞ്ഞ ഈ ദിവസം ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായി. അതിനകത്ത് ഒരു പ്രേക്ഷകൻ പറഞ്ഞിരിക്കുന്നത് പാട്ടക്കൊട്ടാണ് ഇപ്പോഴും. പിന്നെ അത് മാത്രമല്ല അദ്ദേഹം ചെയ്യുന്ന മ്യൂസിക് കോപ്പി എന്നുള്ള കാര്യം ഒരു 100 വോട്ട് ചില പ്രേക്ഷകർ, ഒരു പ്രേക്ഷകനല്ല ഒരുപാട് പ്രേക്ഷകർ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ടൈപ്പ് ചെയ്ത് വിട്ടേക്കണം കമന്റ് ബോക്സിൽ. അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു മ്യൂസിഷ്യനെ ചവിട്ടിത്താത്താൻ അല്ലെങ്കിൽ മോശത്തായ രീതിയിൽ പറയാനോ വേണ്ടിയല്ല ഈ വീഡിയോയിൽ വരുന്നത്. കാരണം അദ്ദേഹത്തിന്റെ ഒത്തിരി ഫാൻസുകാരുണ്ട്. ഈ ഫാൻസുകാർ മനസ്സിലാക്കേണ്ട കാര്യം, അദ്ദേഹത്തിന്റെ ശൈലി എന്ന് പറയുന്നത് കുത്തുപാട്ടും ഡപ്പാങ്കുത്തും അതോടൊപ്പം തന്നെ അടിച്ചോളിപ്പാട്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം ഏതൊരു പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ അപ്പൊ തന്നെ ന്യൂ ജനറേഷനെ പെടലിക്ക് അങ്ങനെ എടുത്തു വെക്കും. എന്ത് കാര്യമുണ്ട് ബ്രോ, അതൊക്കെ പെടലിക്ക് വെച്ചിട്ടുള്ള കാര്യമുണ്ടോ? എല്ലാ ജനറേഷനും ഒരേപോലെ സ്വീകരിക്കാൻ കഴിയുന്നതായിരിക്കണം സംഗീതം എന്ന് പറയുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ AR റഹ്മാൻ എന്ന് പറഞ്ഞ ആ ഒരു ലെജൻഡിന് മാത്രമേ ഇതുവരെ സാധിച്ചിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഈ പറയുന്ന അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ആ ഒരു പോയിന്റ്സിൽ തൊടാൻ പോലും സാധിച്ചിട്ടില്ല എന്നുള്ളത് എത്ര തെളിവുകളാണ്, എത്ര പാട്ടുകളാണ് അനിരുദ്ധിന്റെ ഇറങ്ങിയിട്ടുണ്ട്. ആരെങ്കിലും മനസ്സിൽ നിൽക്കുന്നുണ്ടോ? അദ്ദേഹം ചെയ്തിരിക്കുന്ന BGM. അപ്പോഴാണ് ഈ ഇന്ത്യൻ ടു എന്ന് പറയുന്ന ആ ഒരു സിനിമയിൽ താത്താവരുത് എന്ന് പറയുന്ന ആ ഒരു സോങ് അനിരുദ്ധ് ഒരു ഭയങ്കരമായിട്ട് ഔട്ടിറക്കിയിരിക്കുന്നത്. ആ ഒരു സംഭവം ബമ്പൻ ഹിറ്റ് ആവുന്നുള്ള ഒരു പ്ലാനിങ്ങിലൂടെയായിരുന്നു. പക്ഷെ ബമ്പൻ ഹിറ്റ് പോയിട്ട് ഒരു തരി ചെവി ഇങ്ങനെ ഒന്നും ആടി പോലില്ലെന്നുള്ളതാണ് ഈ പറയാൻ നമുക്ക്. തീർച്ചയായിട്ടും AR റഹ്മാൻ റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ വെറും 2 വരി മൂടിയുള്ളൂ, വമ്പൻ ഹിറ്റ്. പിള്ളേര് ചെറിയൊരു കുട്ടിയുടെ കുഞ്ഞു കുട്ടരൊക്കെ അതിൽ വരും, അവരും പാടിക്കൊണ്ടിരിക്കണം ആ പാട്ട്. അത് മനസ്സിലാക്കണം. റീൽസിലൊക്കെ വെറുതെ ഓളം തന്നെ നടന്ന് ഏതൊരു മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം കാണുന്ന റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ AR റഹ്മാൻ പ്ലസ് ധനുഷ് ആ ഒരു സോങ് ആണ്. കിടുക്കാച്ചി സോങ് ആണ്, ഒന്നും പറയാനില്ല. ഇതിന്റെ ഈ മറ്റേ ന്യൂ ജനറേഷൻ ഫാൻസൊക്കെ എവിടെയാണ് ഇപ്പൊ? കേൾക്കണില്ല നിങ്ങളൊന്നും. അല്ലെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസമൊക്കെ വീഡിയോ ഇട്ടപ്പോൾ കുറെ ഒന്ന് വായത്തള്ളൊക്കെ തള്ളിയാണല്ലോ. ഇപ്പൊ ഈ ഇന്നൊക്കെ ഇട്ട വീഡിയോനാണെങ്കിൽ ഒരു കമന്റ്സും ഇല്ലെന്നെങ്കിൽ എന്നാൽ തോറ്റ് ഓടിക്കളഞ്ഞ ഭയങ്കര വായത്തളാണ്. ഒടുക്കത്തെ വായത്തളം എന്ന് പറഞ്ഞാൽ സത്യം മാത്രം ബോധിപ്പിക്കണവരാണ്. AR റഹ്മാനിലും മേലെയാണ് അനിരുദ്ധ് എന്ന് പറയുന്ന ആ ഒരു വായിലൊന്നും ആവണ്ടല്ലോ. എന്റെ പൊന്നു മച്ചാനെ, ഇപ്പൊ ഈ ഇറങ്ങിയേക്കണേ റായൻ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിലെ വെറും സിമ്പിൾ ആയിട്ടുള്ള 2 വരികൾ കൊണ്ട് മാത്രമാണ് അദ്ദേഹം ജനഹൃദയങ്ങൾ കീഴടക്കിയിരിക്കുന്നത്. ജനഹൃദയങ്ങൾക്ക് കീഴടക്കിന്നുള്ള കാര്യം പറയേണ്ട, വർഷങ്ങൾക്ക് മുൻപേ അതൊക്കെ കഴിഞ്ഞാണ്. ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്റ്റേജ് വേറെ ലെവലാണ്. തീർച്ചയായിട്ടും ആ ഒരു വ്യക്തിയെ കാല് കവച്ചു വെച്ചിട്ട് മുൻപോട്ട് പോയിട്ട് ഞാനാണ് ഇനി ARന് ശേഷം എന്ന് പറയാനുള്ള സമയമായിട്ടില്ല, അതിനുള്ള എക്സ്പീരിയൻസ് ഇല്ല. അതിന് തന്നെ കുറെ വർക്കുകളൊക്കെ ചെയ്യൂ. ആ ഒരു വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ജനഹൃദയങ്ങൾ കയറി പറ്റാൻ പറ്റിയ സോങ്ങുകൾ ചെയ്യാൻ പഠിക്കുക. അല്ലാതെ ഈ കുത്തുപാട്ടും
BGM ഭയങ്കര ലെവലിട്ട ഒരു BGM, തിയേറ്റർ വിൽക്കുന്ന BGM ഇട്ടിട്ടല്ല ചെയ്യേണ്ടത്. അത്യാവശ്യം ജനഹൃദയങ്ങൾ കയറുന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായ രീതിയിൽ സംഗീതം കൊടുക്കാൻ പഠിക്കണം. അല്ലാതെ വെറുതെ വന്നിട്ട് കുറെ കുത്തുപാട്ടും ഡപ്പാൻ കുത്തുപാട്ടും അതോടൊപ്പം അടിച്ച് പൊളിയാക്കി ഇട്ടിട്ട് എന്ത് കാര്യം, ഇത് തിയേറ്റർ വെറുതെ കുലിക്കാന്ന് മാത്രമേ ഉള്ളൂ. അതായത് ന്യൂ ജനറേഷൻ 2 ദിവസം അവരുടെ കാതിലുണ്ടാവും, അത് ഞങ്ങളെ മറന്നളയും. ശരിക്കും അദ്ദേഹത്തിന്റെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ റെഡിമെയ്ഡ്, അതായത് നമ്മൾ തട്ടടയിൽ പോയിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിക്കണവരാണ്. ആ ഒരു നേരത്തെ ടേസ്റ്റ് മാത്രമേ ഉള്ളൂ. അച്ഛനമ്മട്ട കഴിച്ച് കഴിയുമ്പോൾ കുറച്ച് ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു ടേസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്നാലും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യാജിഷ്യന്റെ മ്യൂസിക്, അദ്ദേഹത്തിന്റെ വോയിസ് വേറെ തലം ഒന്നും പറയാനില്ല. അത് കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാതിങ്ങനെ കിടന്ന് താളം പിടിക്കും. അല്ലാതെ വെറുതെ പോയി ഈ അനിരുദ്ധിന്റെ പാട്ടിട്ടുണ്ടെങ്കിൽ ഹൃദയം ഇങ്ങനെ ഇടിച്ചിടിച്ച് ഹൃദയ അറ്റാക്കൊന്നും ആളെ എത്തുവും. ഉള്ള കാര്യം പറയാം. പ്രായമുള്ള ആൾക്കാരൊക്കെ, വാർദ്ധക്യത്തിൽ എത്തിയ ആൾക്കാർക്കൊക്കെ ഈ പറയുന്ന ആ ഒരു തിയേറ്ററിൽ ഇരുന്നിട്ട് ആ ഒരു BGM കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൃദയം പൊട്ടി തകർന്നു പോകും. എന്ത് കാര്യമാണ് ഇത്ര വേറൊരു തലത്തിൽ BGM ഇട്ട് ആ ഒരു തിയേറ്റർ വിളിക്കൊണ്ട് എന്ത് ഗുണമുണ്ട്? അനിരുദ്ധ് ഫാൻസിന് വേറൊരു അഹങ്കാരമുണ്ട്. അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഞാനൊരു വീഡിയോ ഇട്ട് AR റഹ്മാനെയും അനിരുദ്ധിനെ നമ്മൾ കമ്പയർ ചെയ്യരുതെന്ന് പറയുന്ന ആ ഒരു വീഡിയോന് താഴെയായിട്ട് ഒരു മാന്യനായ അനിരുദ്ധ് ഫാൻ വന്ന് പറയാണ്. അതായത് ഇപ്പോ ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രി, ചെന്നൈ ഇങ്ങനെയൊക്കെ പറയേണ്ട ആള് എന്നിട്ട് പറയണ് AR റഹ്മാനിലും വേറെ തലത്തിലാണ് അദ്ദേഹം പ്രതിഫലം വാങ്ങിക്കുന്നത്. AR റഹ്മാനൊക്കെ വളരെ തുച്ഛമായിട്ടുള്ള ഒരു പ്രതിഫലം കൊടുക്കുന്നുള്ളൂ, അദ്ദേഹത്തിന് അതിൽ കൂടുതലാണ് കൊടുക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്, പിന്നെ അത് ഈ പറയുന്ന അനിരുദ്ധ് സാർ ചെയ്യുന്ന ആ പാട്ടുകളൊക്കെ വമ്പൻ ഹിറ്റുകളാണ്. ഇപ്പോഴത്തുള്ള ന്യൂ ജനറേഷൻ പിള്ളേർക്ക് ഇങ്ങനെ ചാടി നടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേകതരം രീതിയിലാണ് അദ്ദേഹം ഈ ഓരോ പുതിയ പാട്ടുകളും ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ഇതൊക്കെ വല്ല പൊട്ടന്മാരോട് പറഞ്ഞാൽ മതി, അതൊന്നും ആരും സ്വീകരിക്കണില്ല പാട്ടൊന്നും. ആകെ 2-3 പേര് ഇങ്ങനെ കയറി തുള്ളാന്നല്ലാതെ ഇത്രയും കോടിയെ ജനങ്ങൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു സോങ് എന്ന് പറയുന്ന AR റഹ്മാന്റെയാണ്. എനിക്കൊരു കാര്യം പറഞ്ഞത്, ദൈവത്തെ ഓർത്ത് ഇനി അനിരുദ്ധിനെയും AR റഹ്മാനെയും യോജിപ്പിച്ച് പറയരുത്. ഈ പറഞ്ഞ അനിരുദ്ധിനും ഒരു 98 മേലെയാണ്, 100 തന്നെ 100% തന്നെ പറയാം. ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ഈ ഒരു സുഹൃത്ത്, ഈ ഒരു മ്യൂസിഷ്യൻ, അദ്ദേഹം വെറും 2% ഉള്ളൂ. അല്ലാതെ വളരെ കുറച്ച് പാട്ടുകൾ ചെയ്തിട്ടുള്ളൂ. എക്സ്പീരിയൻസ് വളരെ കുറവാണ്. ഒത്തിരി AR റഹ്മാന്റെ അത്ര തന്നെ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്, അല്ലാതെ മറ്റുള്ളവരല്ല ഞാൻ പറഞ്ഞത്. അതായത് ഇദ്ദേഹം 100 വോൾട്ടേജ് ചെയ്യുന്ന ഒരു നിസ്സാര വരി, 2 വരി മാത്രം അദ്ദേഹം വെറുതെ ഒന്ന് ലിപ്പ് കൊണ്ട് പാടി ശബ്ദം പുറപ്പെടുവിച്ചാൽ മാത്രം മതി. കോടികളാണ് അത് കേട്ട് ആസ്വദിക്കുന്നത്. ആദ്യം മനസ്സിലാക്കുക, ഈ പറയുന്ന ഒത്തിരി സൈബർ ആക്രമണങ്ങൾക്ക് ശേഷം, അത് ഇന്ത്യൻ 2 ശേഷം ഒത്തിരി സൈബർ ആക്രമണങ്ങൾ, ഈ അനിരുദ്ധ് എന്ന് പറയുന്ന ഫാൻസിന് ഒത്തിരി സൈബർ ആക്രമണം ഉണ്ടായിട്ടുണ്ട് AR റഹ്മാനെതിരെ. ഒത്തിരി വീഡിയോസിനിടയിൽ വളരെ മോശത്തായ രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ കാട്ടിച്ച് തകർക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞ എന്ന് പറയുന്ന ആ ഒരു ചിത്രത്തിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് 2 വരി പാടിയിരിക്കുന്നത്. എന്റെ പൊന്നു, ഒന്നും പറയാനില്ല. അതിന്റെ മ്യൂസിക്കും ആ ഒരു സോങ്ങിന്റെ തലവും, ഈ പറഞ്ഞ അനിരുദ്ധൊക്കെ വെറുതെ കുഴി കുത്തിന്ന് പാടിയപ്പോലും, ഒരു 10 അടി മുകളിൽ നിന്ന് പാടിയപ്പോലും ഈ ഒരു സംഭവം വരില്ല ഒരിക്കലും. കാരണം അമ്മാതിരി സോങ്ങാണ്, അമ്മാതിരി സോങ്. അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? പണി അറിയാവുന്നവന്റെ കയ്യിൽ പാട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കിട്ടുകാച്ചി സോങ് ആയിട്ട് കിട്ടും. 1.5 മ്യൂസിക്, ഒന്നും പറയാനില്ല എന്ന് ഇനി ഒരിക്കലും പറയുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച്, AR റഹ്മാനെ കുറിച്ച് ഒത്തിരി പറയാനുണ്ട്. അപ്പൊ അനിരുദ്ധ് ഫാൻസ്, എനിക്കൊരു കാര്യം പറയണം, വായത്തളകൊണ്ടൊന്നും തോപ്പിക്കാൻ പറ്റില്ല. കാരണം അത് കഴിവാണ്. കഴിവ് എന്ന് പറയുമ്പോൾ, നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ തിരിച്ചു പറയുന്നത് അനിരുദ്ധിന്റെ കഴിവ് വേറെ ലെവലാണെന്നാണ്. ശരിക്കും പറഞ്ഞാൽ അനിരുദ്ധിന്റെ കഴിവ് അനിരുദ്ധിനെ കിട്ടുള്ളൂ. AR റഹ്മാന്റെ കഴിവ് AR റഹ്മാനും. അദ്ദേഹം ഒത്തിരി എക്സ്പീരിയൻസ്ഡ് ആണെന്നുള്ള കാര്യം അത് തന്നെ മനസ്സിലാക്കുക. നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ ചെന്നൈ കിടന്ന് ഇറങ്ങിയിട്ടുള്ള ഒരു മൈൻഡ് ഇല്ല അദ്ദേഹത്തിന്റെ. അദ്ദേഹം വേൾഡ് വൈഡ് ആണ് ഓരോ കാര്യങ്ങളെ കുറിച്ചും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്നത്. റിസർച്ച് നടത്തണമെന്ന് പറയുമ്പോൾ നിങ്ങളായിരിക്കും ശാസ്ത്രജ്ഞനാണെന്നിരിക്കും. അതല്ല, അദ്ദേഹം ഈ വേൾഡിലുള്ള എല്ലാ മ്യൂസിക്കും തലച്ചോറ് സേവ് ചെയ്തൊരു മനുഷ്യനാണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അതും പഴയ കാലഘട്ടത്തിൽ, അതായത് ഈ പറഞ്ഞ യൂട്യൂബും മീഡിയാസൊന്നും ഇല്ലാത്ത കാലഘട്ടത്താണ് ഈ റോജ എന്ന് പറയുന്ന ചിത്രത്തിലൊക്കെ വമ്പൻ ഹിറ്റുകൾ നമുക്ക് വേണ്ടി തന്നത്, ഹൃദയത്തിലേക്ക് നമ്മൾ ആസ്വദിച്ചത്. അല്ലാതെ ഈ ഒരു കാലഘട്ടത്തിൽ യൂട്യൂബും പിന്നെ എല്ലാ മീഡിയാസിലും കവർ ചെയ്ത് പഠിക്കാനുള്ള ഒരു ശ്രമം മാത്രം നടക്കും. പക്ഷെ പഴയ ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, ഈ പറയുന്ന യാതൊരു മീഡിയാസിലും ഒന്നുമില്ല, ഇന്റർനെറ്റിൽ കയറി ഒരു മാങ്ങയും കാണാൻ പറ്റില്ല, ഒന്നും സെർച്ച് ചെയ്യാൻ പറ്റില്ല. ആ ഒരു സമയത്ത്, ആ ഒരു കാലഘട്ടത്താണ് AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി റിസർച്ച് നടത്തിയതിനു ശേഷം, അതായത് ഒത്തിരി സോങ്, ഒത്തിരി മ്യൂസിക്കുകൾ അദ്ദേഹം അതിനു വേണ്ടി ജനിച്ചിരിക്കുന്നതാണ്. അതാണ് അദ്ദേഹത്തിന്റെ ലൈഫ്, മ്യൂസിക്കാണ്. ഓരോ രാത്രിയും ഉറക്കമില്ലാതെയാണ് ഓരോ റെക്കോർഡിങ് ചെയ്യണം. നിങ്ങൾ ആലോചിക്കണം, അദ്ദേഹത്തിന്റെ കീഴിൽ പാടാൻ ചെന്നിരിക്കുന്ന ഒത്തിരി മഹാന്മാരായ ഗായകർ പറഞ്ഞിട്ട് നിങ്ങൾ ഞെട്ടും. കാരണം രാത്രി ഇദ്ദേഹത്തിന്റെ റെക്കോർഡിങ് നടക്കുന്ന സമയം പാതിരാത്രിയാണ്. അദ്ദേഹം പകൽ സമയം മുഴുവൻ കിടന്നുറങ്ങും, പാതിരാത്രിയാണ് റെക്കോർഡിങ്. ആ ഒരു സമയത്തൊരു പ്രത്യേക വൈബാണ് AR റഹ്മാൻ ചെയ്ത ഓരോ സംഗീതത്തിനും, വേറെ തലത്തിലാണ്. ശരിക്കും AR റഹ്മാൻ എന്ന് പറയുന്ന ആ ഒരു മ്യൂസീഷ്യനെ ഒരു വമ്പൻ സല്യൂട്ടാണ്. കാരണം ഈ ഒരു കാലഘട്ടത്തിലും
ഇത്രയും മഹാന്മാരായ കഴിവുള്ള വേറെ സ്ഥലങ്ങൾ കഴിവുള്ള ഒത്തിരി മ്യൂസീഷ്യൻ ഉണ്ടായിട്ടും ഇദ്ദേഹത്തെ കവച്ചു വയ്ക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്ന ആ ഒരൊറ്റ കാര്യം ശരിക്കും ഹൃദയത്തിലാണ് AR റഹ്മാന്റെ സംഗീതം. ഹൃദയത്തില് അത് എന്നെപ്പോലുള്ള ഒത്തിരി അത് കോടാനുകോടി പ്രേക്ഷകരുടെ മനസ്സിലാണ് AR റഹ്മാനെ സൂക്ഷിച്ചിരിക്കുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ പറയുന്ന അനിരുദ്ധ് ഫാൻസ് ഒക്കെ വന്നിട്ട് ഈ തട്ടുപൊളിപ്പം പാട്ടും തിയേറ്ററിൽ കൊടുക്കുന്ന സോങ്ങുകളൊന്നും ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യമില്ല. ശരിക്കും ഞങ്ങളെപ്പോലുള്ള പ്രേക്ഷകർ വളരെ വലിയൊരു ഹാപ്പിയിലാണ്. കാരണം സച്ചിൻ ടെണ്ടുൽക്കർ ക്രിക്കറ്റ് ദൈവം, AR റഹ്മാൻ ഇവരുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞങ്ങൾക്ക് ജനിക്കാൻ സാധിച്ചത് തന്നെ ബിഗ് സല്യൂട്ട്. ക്രിക്കറ്റിലൊരു ദൈവമായിട്ട് സച്ചിൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മ്യൂസിക്കിലൊരു ദൈവം ഞങ്ങൾക്ക് AR റഹ്മാനാണ്. അപ്പൊ ഈ ഒരു വീഡിയോന് താഴെ വന്നിട്ട് കമന്റ്സ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. ഐ ആം വെയിറ്റിംഗ്.